ശ്രീചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലോട്ട് വന്നിട്ട് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ശ്രീചൈതന്യ ചരിതാമൃതം ആദിലീല 16-ാമത്തെ അധ്യായം 25-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ശ്ലോകം 25. തബേ വിഷ്ണുപ്രിയ ഠാക്കുറാണിര പരിണയ തബേത കരീര പ്രഭു വിജയി ജയ. തബേ വിഷ്ണുപ്രിയ ഠാക്കുറാണിര പരിണയ തബേത എന്ത് പറയണ എനിക്ക് അറിയില്ല. ഞാൻ വായിച്ചോണ്ടിരുന്നപ്പോ തബേ വിഷ്ണുപ്രിയ ഠാക്കുറാണിര പരിണയ തബേത കരീര പ്രഭു വിജയി ജയ. ശബ്ദാർത്ഥം: തബേ ഇതിനുശേഷം, വിഷ്ണുപ്രിയ ഠാക്കുറാണിര ഐശ്വര്യ ദേവതയുടെ പരിണയ വിവാഹം തബേത അനന്തരം കരീല ചെയ്തു പ്രഭു ഭഗവാൻ ദിഗ്വിജയി ജയ ജയിച്ചു. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: പിന്നീട് മഹാപ്രഭു ഐശ്വര്യ ദേവതയായ വിഷ്ണുപ്രിയയെ വിവാഹം കഴിക്കുകയും അനന്തരം ദിഗ്വിജയിയായ കേശവകാശ്മീരിയെ കീഴടക്കുകയും ചെയ്തു. ഭാവാർത്ഥം: ആധുനിക കാലത്ത് കായിക മത്സരങ്ങളിൽ പ്രഗത്ഭരായ ധാരാളം ആളുകൾ ഉള്ളതുപോലെ ഭാരതത്തിൽ പണ്ടെല്ലാം വിദ്യാപാടവത്തിൽ പേരെടുത്ത ധാരാളം പണ്ഡിതന്മാരുണ്ടായിരുന്നു. കാശ്മീരിൽ നിന്നുള്ള കേശവ കാശ്മീരി അത്തരത്തിലുള്ളൊരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഭാരതം മുഴുവൻ സഞ്ചരിക്കുകയും അവസാനം നവദ്വീപിലുള്ള പണ്ഡിതന്മാരെ വെല്ലുവിളിക്കാൻ വന്നെത്തുകയും ചെയ്തു. ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന് നവദ്വീപിലെ പണ്ഡിതന്മാരെ കീഴടക്കാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം ചൈതന്യ മഹാപ്രഭു എന്ന ബാലപണ്ഡിതനാൽ പരാജിതനാകപ്പെട്ടു. ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ഭഗവാൻ അല്ലാതെ മറ്റാരും അല്ലെന്ന് അദ്ദേഹത്തിന് പിന്നീട് ബോധ്യമായി. അനന്തരം അദ്ദേഹം ഭഗവാന് ആത്മസമർപ്പണം ചെയ്യുകയും നിംബാർക്ക സമ്പ്രദായത്തിൽ ഒരു പരിശുദ്ധ വൈഷ്ണവനായി തീരുകയും ചെയ്തു. അദ്ദേഹം നിംബാർക്ക സമ്പ്രദായത്തിന്റെ പാരിജാത ഭാഷ്യം എന്ന് അറിയപ്പെടുന്ന വേദാന്ത വ്യാഖ്യാനത്തിന് കൗസ്തുഭ പ്രഭ എന്ന ശീർഷകത്തിൽ ഒരു വ്യാഖ്യാനം രചിച്ചു. ഭക്തി രത്നാകരം എന്ന ഗ്രന്ഥത്തിൽ കേശവ കാശ്മീരിയെ കുറിച്ച് പ്രതിപാദിക്കുകയും നിംബാർക്ക സമ്പ്രദായത്തിലെ അദ്ദേഹത്തിന്റെ പൂർവ്വ ആധികാരികളുടെ പട്ടിക നൽകുകയും ചെയ്തിട്ടുണ്ട്. ശ്രീനിവാസാചാര്യൻ, വിശ്വാചാര്യൻ, പുരുഷോത്തമൻ, വിലാസൻ, സ്വരൂപൻ, മാധവൻ, ബലഭദ്രൻ, പത്മൻ, ശ്യാമൻ, ഗോപാലൻ, കൃപ, ദേവാചാര്യൻ, സുന്ദരഭട്ടൻ, പത്മനാഭൻ, ഉപേന്ദ്രൻ, രാമചന്ദ്രൻ, വാമനൻ, കൃഷ്ണൻ, പത്മാകരൻ, ശ്രവണൻ, ഭൂരി, മാധവൻ, ശ്യാമൻ, ഗോപാലൻ, ബലഭദ്രൻ, ഗോപിനാഥൻ, കേശവൻ, ഗോകുലൻ, കേശവ കാശ്മീരി. വിദ്യാദേവതയായ സരസ്വതിയുടെ പ്രിയ ഭക്തനായിരുന്നു കേശവ കാശ്മീരി എന്ന് ഭക്തി രത്നാകരത്തിൽ പറഞ്ഞിരിക്കുന്നു. സരസ്വതി കടാക്ഷത്താൽ അദ്ദേഹം അത്യന്തം സ്വാധീനമുള്ള പണ്ഡിതനായി. രാജ്യത്തിന്റെ 4 അതിർത്തിക്കുള്ളിലെയും ഏറ്റവും പ്രാഗൽഭ്യമുള്ള പണ്ഡിതനായി അദ്ദേഹം. അതിനാൽ അദ്ദേഹത്തിന് സർവ്വ ദിക്കുകളിലുള്ള സർവരെയും ജയിച്ചിറക്കിയവൻ എന്നർത്ഥം വരുന്ന ദിഗ്വിജയ് എന്ന ശീർഷകം ലഭിച്ചു. അദ്ദേഹം കാശ്മീരിലെ ഒരു മാന്യ ബ്രാഹ്മണ കുടുംബത്തിൽ പെട്ടവനായിരുന്നു. പിൽക്കാലത്ത് ശ്രീചൈതന്യ മഹാപ്രഭുവിന്റെ ആജ്ഞപ്രകാരം പാണ്ഡിത്യ പദവികൾ നേടുന്ന മത്സരചര്യ ഉപേക്ഷിച്ച് ഒരു മഹാഭക്തനായി തീർന്ന അദ്ദേഹം വൈഷ്ണവ സമ്പ്രദായങ്ങളായ നിംബർക്ക സമ്പ്രദായത്തിൽ ചേർന്നു. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖ്യാ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യ മനോവിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ ദദാമ്യഹം ദദാന്തിശ്ച പദാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദഗമനം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹന രഘുനാഥാം വിതന്തം സജീവം സാദ്വേദം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സന്നിധിതാൻ ശിങ്കാഭിഷാകാൻ വിദാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഗുരുവേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ
ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീചൈതന്യ ചരിതാമൃതത്തിലെ ആദിലീല അതിലെ 16-ാമത്തെ അധ്യായം, മഹാപ്രഭുവിന്റെ കൈശോര ലീലകൾ എന്ന അധ്യായത്തിലെ 25-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കും എങ്ങനെയാണ് ലക്ഷ്മി പ്രിയ എന്ന ചൈതന്യ മഹാപ്രഭു ആദ്യം വിവാഹം ചെയ്ത ലക്ഷ്മി പ്രിയ അദ്ദേഹം അന്തർധാനം ചെയ്തതിനു ശേഷം പിന്നെ അദ്ദേഹം വിഷ്ണുപ്രിയയെ അദ്ദേഹം വിവാഹം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ശ്ലോകത്തിൽ വരുന്ന ചർച്ച എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് കേശവ കാശ്മീരി എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനെ അദ്ദേഹം കീഴടക്കി. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ശ്ലോകത്തില് അപ്പം കേശവ കാശ്മീരി, അപ്പൊ കാശ്മീരിൽ നിന്നുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു കേശവ കാശ്മീരി എന്ന് പറഞ്ഞ അദ്ദേഹം. അപ്പൊ അദ്ദേഹം ദിഗ്വിജയ് പണ്ഡിറ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. ദിഗ്വിജയ് എന്ന് പറഞ്ഞ 4 ദിക്കുകളിലും അദ്ദേഹം യാത്ര ചെയ്ത് എല്ലാവരെയും തോൽപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പട്ടം, ദിഗ്വിജയി എന്ന ഒരു പേര് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പൊ ദിഗ്വിജയ് പണ്ഡിതായ കേശവ കാശ്മീരി അദ്ദേഹം അത്യന്തം അഹങ്കാരിയായിരുന്നു. കാരണം അദ്ദേഹം വിചാരിച്ചു ഞാനാണ് ഏറ്റവും കഴിവുള്ള, അല്ലെ എനിക്കാണ് ഏറ്റവും അറിവുള്ള വ്യക്തി ഉള്ളത്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക് ആ ഒരു അഹങ്കാരം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഭഗവാനോ അല്ലെങ്കിൽ ഭഗവാന്റെ അനുയായികളായിട്ടുള്ള വ്യക്തികളാണ് അതിനെ ശരിയാക്കുന്നത്. പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഭക്തിയിൽ വരുമ്പോഴും നമുക്ക് ചിലപ്പം ഒരുപാട് നമുക്ക് സേവനങ്ങൾ കഴിയാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ജ്ഞാനം ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു എക്സ്പേർട്ട് ആണെങ്കിൽ കൂടി നമുക്ക് അഹങ്കാരം എന്നുള്ള കാര്യം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? കുറച്ച് കഴിയുമ്പോൾ നമ്മളെ ആ ഒരു സേവനത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്തൊരു സേവനം അല്ലെങ്കിൽ എന്തൊരു കഴിവാണെങ്കിൽ കൂടി അതിൽ നിന്ന് നമുക്ക് ചിലപ്പം ഭഗവാൻ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പാഠം നമുക്ക് പഠിപ്പിച്ചിരും. ഭഗവാനോ അല്ലെങ്കിൽ ഭക്തന്മാരായിട്ട് നമുക്ക് പലപ്പോഴും അങ്ങനെ ഒരു അഹങ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് കുറച്ചു നാൾ കഴിയുമ്പോൾ ആ സേവനം തുടർന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിന് ആ ഭക്തി ചെയ്യാനുള്ള രുചി നഷ്ടപ്പെടുകയോ സംഭവിക്കും. അപ്പൊ ഇതുപോലെ തന്നെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ കേശവ കാശ്മീരിയും അദ്ദേഹം ഒരുപാട് ചിന്തിച്ചു, ഞാൻ വളരെ ഒരു കഴിവുള്ള വ്യക്തിയാണ്, എന്നെ തോൽപ്പിക്കാൻ ആരുമേ ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം പല ദിക്കുകളും പോയ ശേഷം അദ്ദേഹം നവദ്വീപിലോട്ട് വന്നു. നവദ്വീപിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ടെങ്കിൽ കൂടി ആദ്യം ബാക്കിയുള്ള പണ്ഡിതന്മാരെ അദ്ദേഹത്തിന് കാണേണ്ട ആവശ്യം വന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ അന്ന് ബാലപണ്ഡിതനായിട്ടുള്ള ആരാണ് നമ്മുടെ ഇവിടെ മഹാപ്രഭു ഉണ്ടായിരുന്നു, നിമായി പണ്ഡിറ്റ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെയാണ് അദ്ദേഹം ആദ്യം വെല്ലുവിളി ഏറ്റെടുക്കാൻ ശ്രമിച്ചത്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം അവിടെ വെച്ച് തോറ്റുപോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം കേശവ കാശ്മീരി അവിടെ അദ്ദേഹം തോറ്റുപോവുകയും പിന്നെ അതിനുശേഷം ചൈതന്യ മഹാപ്രഭുവിന് അദ്ദേഹം ശരണം പ്രാപിക്കുകയും അതിനുശേഷം അദ്ദേഹം എന്താ ചെയ്തു? പിന്നെ ഒരിക്കലും അദ്ദേഹം ഇങ്ങനൊരു ഇതുപോലത്തെ ഈ ഒരു രീതിയിലുള്ള പാണ്ഡിത്യ പദവികൾ നേടുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ഒന്നും പോവാതെ അദ്ദേഹം ഒരു ഭക്തനായി മാറി എന്നാണ് ഈ ഒരു ഭാവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അദ്ദേഹം പിന്നെ നിബർക്ക സമ്പ്രദായം എന്ന് പറഞ്ഞ സമ്പ്രദായം ഇല്ല, നമുക്ക് 4 സമ്പ്രദായങ്ങൾ ഒന്നാണ് നിബർക്ക സമ്പ്രദായം എന്ന് പറയുന്നത്. ആ സമ്പ്രദായത്തിൽ അദ്ദേഹം ഒരു സമ്പ്രദായത്തിൽ ഒരു ഭക്തനായിട്ട് മാറി അദ്ദേഹം പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം എപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ ഒരു വ്യക്തിക്ക് ഒരു അഹങ്കാരം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഭക്തനെ അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭാവാർത്ഥത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഭഗവാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റി അല്ല ഒരു ഭക്തന്റെ ഹൃദയത്തിൽ. കാരണം എപ്പോഴാണ് അഹങ്കാരം വരുന്നത് അപ്പോ ഒരു വ്യക്തിക്ക് പതനത്തിന് തൊട്ട് മുമ്പുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം പ്രൈഡ് കംസ് ജസ്റ്റ് ബിഫോർ ദ ഫോൾ എന്ന് പറയും നമുക്ക് എപ്പോഴാണെന്ന്. അപ്പൊ നമ്മൾ വീഴ്ചയ്ക്ക് തൊട്ട് മുമ്പ് വരുന്നതാണ് ഈ പ്രൈഡ് അല്ലെങ്കിൽ നമ്മൾ അഹങ്കാരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളെന്താണ് എളിമത്വം നമ്മൾ വളർത്തിയെടുക്കാനുള്ള കാര്യമാണ്. അതിനാണ് നമുക്ക് എപ്പോഴും ചൈതന്യ മഹാപ്രഭു നമുക്ക് ആ ഒരു ശിക്ഷാഷ്ടകത്തില് ത്രിനാഥബി സുനീജേന ആ ശ്ലോകത്തിനെ പറ്റി പലപ്പോഴും നമുക്ക് പറഞ്ഞു തരുന്നു. നമുക്ക് എപ്പോഴും എളിമത്വത്തോടെയും നമുക്ക് എന്ത് കഴിവുകൾ ഉണ്ടെങ്കിലും അത് ഗുരുവിന്റെയും കൃഷ്ണന്റെയും ഒക്കെ കാരുണ്യം കൊണ്ടാണെന്ന് മനസ്സിലാക്കുകയും നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് നേട്ടങ്ങൾ കിട്ടുകയാണെങ്കിൽ കൂടി അത് അവരുടെ കാരുണ്യമാണ്. അപ്പൊ നമുക്ക് കിട്ടിയ നേട്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിലും അത് അവർക്ക് അവരാണ് അതിന് കാരണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എപ്പോഴും അവരെ ഗ്ലോറിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഭക്തൻ ചെയ്യേണ്ടത്. നമ്മളാണ് അതിന് കാരണം എന്ന് മനസ്സിലാക്കി നമ്മൾ
പേരും പ്രശസ്തി ഏറ്റെടുക്കുന്നത്. അപ്പൊ മുതലാണ് നമുക്ക് ഒരു പതനം സംഭവിക്കുക എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി അടുത്ത ഒരു ശ്ലോകത്തിലോട്ട് പോകാം. ശ്ലോകം 26. വൃന്ദാവനദാസ ഇഹ കരിയാച്ചേന വിസ്താര സ്ഫുടനാഹി കരേ ദോഷ ഗുണേര വിചാര. ശബ്ദാർത്ഥം വൃന്ദാവനദാസ ഠാക്കൂറ ഇഹ ഇത് കരിയാച്ചേന ചെയ്തു വിസ്താര വിപുലമായ വിവരണം സ്ഫുട വ്യക്തമായ നാഹി അല്ല കരെ ചെയ്തു ദോഷഗുണേര ഗുണദോഷങ്ങൾ വിചാര വിശകലനം. വിവർത്തനം. വൃന്ദാവനദാസ ഠാക്കൂർ ഇത് മുമ്പേ വിപുലമായി വിവരിച്ചിട്ടുണ്ട്. സുവ്യക്തമായ ഇക്കാര്യത്തെ ഗുണദോഷ പരിശോധന ചെയ്യേണ്ട ആവശ്യമില്ല. ശ്ലോകം 27. സൈംശകഹി താൻരേ കരി നമസ്കാര യാശ്വിനി ദിഗ്വിജയ് കൈല അപനാധികാര. ശബ്ദാർത്ഥം സെയ് അത് അംശം കഹി പ്രതിപാദിച്ചു താൻരേ വൃന്ദാവനദാസ ഠാക്കൂറയ്ക്ക് കരി ചെയ്യുക നമസ്കാര പ്രണാമങ്ങൾ യാ ഏതിന്റെ ശ്വിനി കേട്ടിട്ട് ദിഗ്വിജയ് പണ്ഡിതൻ കൈല ചെയ്തു ആപ്പന അദ്ദേഹത്തിന്റെ സ്വന്തം ധിക്കാര നിന്ദിക്കൽ. വിവർത്തനം. ശ്രീല വൃന്ദാവനദാസ ഠാക്കൂറിന് എന്റെ പ്രണാമങ്ങൾ അർപ്പിച്ച ശേഷം ദിഗ്വിജയ്ക്ക് സ്വന്തം ധിക്കാരം മനസ്സിലാക്കി കൊടുത്ത മഹാപ്രഭുവിന്റെ വിശകലനത്തിന്റെ ഭാഗം മാത്രം ഞാൻ വിവരിക്കാം. ശ്ലോകം 28. ജ്യോത്സ്നാവതി രാത്രി പ്രഭു ശിഷ്യഗണേ സംഗേ വസിയാച്ചേന ഗംഗാതീരെ വിദ്യാര പ്രസംഗേ. ശബ്ദാർത്ഥം. ജ്യോത്സ്നാവതി പൂർണ്ണചന്ദ്രൻ രാത്രി പ്രഭു മഹാപ്രഭു ശിഷ്യന്മാർ സംഘേ ഒപ്പം വസിയാച്ചേന ഇരിക്കുകയായിരുന്നു ഗംഗാതീരത്ത് വിദ്യാപരമായ പ്രസംഗേ ചർച്ചയിൽ. വിവർത്തനം. ഒരിക്കൽ ഒരു പൗർണമി രാത്രിയിൽ മഹാപ്രഭു തന്റെ അനേകം ശിഷ്യഗണങ്ങൾക്കൊപ്പം ഗംഗാനദിയുടെ തീരത്തിരുന്ന് വിദ്യാവിഷയങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. ശ്ലോകം 29. ഹേനകാലെ ദിഗ്വിജയി താഹാനി ആയില ഗംഗാരെ വന്ദന തരി പ്രഭുരെ മിലീല. ശബ്ദാർത്ഥം. ഹേനകാലെ ആ സമയത്ത് ദിഗ്വിജയ് കേശവ കാശ്മീരി താഹാനി അവിടെ ആയില എത്തി ഗംഗാരെ ഗംഗാമാതാവിന് വന്ദന പ്രാർത്ഥനകൾ ഹരി അർപ്പിക്കുക പ്രഭുവിനെ മിലീല സന്ധിച്ചു. വിവർത്തനം. ആ സമയത്ത് കേശവ കാശ്മീരി എന്ന പണ്ഡിതൻ യാദൃച്ഛികമായി അവിടെ വന്നു. ഗംഗാമാതാവിന് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതിനിടയിൽ അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടുമുട്ടി. ശ്ലോകം 30. വസായില കാരെ പ്രഭു ആദര കരിയ ദിഗ്വിജയി കഹേ മനെ അവജ്ഞ കരിയ. ശബ്ദാർത്ഥം. വസായില ഉപവിഷ്ടനാക്കിയിട്ട് താരെ അദ്ദേഹത്തെ പ്രഭു ഭഗവാൻ ആദരവ് കരിയ അർപ്പിച്ചു. ദിഗ്വിജയി കേശവ കാശ്മീരി കഹേ പറഞ്ഞു മനസ്സിൽ അവജ്ഞ നിന്ദ കരിയ ചെയ്യുക. വിവർത്തനം. മഹാപ്രഭു അദ്ദേഹത്തെ ആദരവോടെ സ്വീകരിച്ചെങ്കിലും ദിഗ്വിജയിയായ കേശവ കാശ്മീരി അഹങ്കാരം കൊണ്ട് മഹാപ്രഭുവിനോട് അവജ്ഞ പൂർവ്വം സംസാരിച്ചു. ശ്ലോകം 31. വ്യാകരണ പടാഹ നിമാനി പണ്ഡിത തുമാര നാമ ബാല്യശാസ്ത്ര ലോകെ തുമാര കഹേ ഗുണഗ്രാമ. ശബ്ദാർത്ഥം. വ്യാകരണം പടാഹ പഠിപ്പിക്കുക നിമാനി പണ്ഡിതൻ തൊമാര താങ്കളുടെ നാമ പേര് ബാല്യ ശാസ്ത്രേ കുട്ടികൾക്കുള്ള വ്യാകരണം ലോകെ ജനങ്ങൾ തൊമാര താങ്കളുടെ കഹേ പ്രഖ്യാപിക്കുക ഗുണഗണങ്ങൾ. വിവർത്തനം ഭാവാർത്ഥം. കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തിവേദ സ്വപ്രഭുപാദ് ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം. താങ്കൾ നിമായി പണ്ഡിതൻ എന്ന വ്യാകരണ അധ്യാപകനാണെന്ന് ഞാൻ അറിയുന്നു. താങ്കളുടെ ബാല്യ വ്യാകരണ അധ്യാപനത്തെ ജനങ്ങൾ വളരെ പ്രശംസിക്കുന്നുണ്ട്. ഭാവാർത്ഥം. മുമ്പ് സംസ്കൃത വിദ്യാലയങ്ങളിൽ ആദ്യം വ്യാകരണം സമ്പൂർണ്ണമായി പഠിപ്പിക്കുകയായിരുന്നു. ആ രീതി ഇന്നും തുടരുന്നു. ഒരു വിദ്യാർത്ഥി അവന്റെ ജീവിതാരംഭത്തിലെ 12 വർഷം വ്യാകരണം ശ്രദ്ധാപൂർവം പഠിക്കണമെന്ന് ശുപാർശ ചെയ്യപ്പെടുന്നു. കാരണം സംസ്കൃത വ്യാകരണത്തിൽ നിപുണനായി കഴിഞ്ഞാൽ എല്ലാ ശാസ്ത്രങ്ങളും അവന് തുറന്നു കിട്ടുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു വ്യാകരണം അഭ്യസിപ്പിക്കുന്നതിൽ പ്രശസ്തനായിരുന്നു. അതിനാൽ കേശവ കാശ്മീരി ആദ്യം അവിടുന്ന് ഒരു വ്യാകരണ അധ്യാപകനായി പരാമർശിച്ചു. കേശവ കാശ്മീരി തന്റെ സാഹിത്യപരമായ നേട്ടങ്ങളിൽ ഗർഭിഷ്ഠനായിരുന്നു. അദ്ദേഹം വ്യാകരണത്തിന്റെ ആദ്യ പാഠങ്ങളിൽ നിന്ന് വളരെ ഉയരത്തിലെത്തിക്കഴിഞ്ഞിരുന്നു അല്ലോ. അതിനാൽ നിമായി പണ്ഡിതന്റെ തന്റെ പദവിയോട് ഒട്ടും തന്നെ താരതമ്യപ്പെടുത്താൻ ആവില്ലെന്ന് അദ്ദേഹം കരുതുകയുണ്ടായി. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്കിവിടെ ശ്രീ വൃന്ദാവൻദാസ് ഠാക്കൂർ അദ്ദേഹം ചൈതന്യ ഭാഗവത്തില് ഈ ലീലയെ പറ്റി വളരെ വിപുലമായിട്ട് പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ
നമുക്ക് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി നമുക്ക് അറിയാൻ സാധിക്കും. ചൈതന്യ ചരിതാമൃതത്തില് ഇവിടെയൊക്കെ വൃന്ദാവൻദാസ് ഠാക്കൂർ ലീലകൾ വളരെ വ്യക്തമായിട്ടും വിവരിച്ചിട്ടുണ്ടോ ആ ഭാഗങ്ങൾ ഒരിക്കലും കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ചൈതന്യ ചരിതാമൃതത്തിൽ അതിനെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. കാരണം അതാണ് ഒരു 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 ഭക്തന്റെ ഒരു ക്വാളിറ്റി. ഓൾറെഡി ഒരു ഭക്തൻ അതിനെപ്പറ്റി നല്ല രീതിയിൽ അതിനെപ്പറ്റി മനസ്സിലാക്കി തരികയാണെങ്കിൽ പിന്നെ വീണ്ടും അതിനെ നമ്മൾ എടുത്ത് കോട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ അദ്ദേഹം ഇതിൽ നിന്നുള്ളൊരു പാഠം ഉൾക്കൊള്ളാനും ഇത് വായിക്കുന്ന വ്യക്തികൾക്ക് എങ്ങനെയാണ് നമുക്ക് ഈ ഗർവം അല്ലെങ്കിൽ അഹങ്കാരം എന്നുള്ളത് ഒരിക്കലും ഭക്തിക്ക് നന്നല്ല എന്നുള്ള കാര്യം പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം മാത്രം എങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിനെ തോൽപ്പിച്ച കാര്യവും അദ്ദേഹത്തിന്റെ അഹങ്കാരം മാറ്റി അദ്ദേഹം എങ്ങനെ ഭഗവാനെ ശരണം പ്രാപിച്ചുള്ള കാര്യം മാത്രം പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു ഭാഗം പറഞ്ഞു തരുന്നത്. അപ്പം ഇവിടെ പറയാണ്, അപ്പം ഒരു പൗർണമി ദിവസം രാത്രിയിൽ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളും ഇവര് ഗംഗാനദി തീരത്ത് ചർച്ചകളിലായിരുന്നു. ഈ ഒരു വിഷയങ്ങളെ പറ്റിയുള്ള ചർച്ചകളായിരുന്നു. അപ്പൊ ആ സമയത്താണ് കേശവ കാശ്മീരി പണ്ഡിതൻ, അദ്ദേഹം ഒന്നും നേരത്തെ ഇൻവിറ്റേഷനൊന്നും ഇല്ല, അദ്ദേഹം ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ള പറഞ്ഞിട്ട്. അപ്പം യാദൃച്ഛികമായിട്ടാണ് അദ്ദേഹം വന്നത്. അവിടെ വന്നിട്ട് അദ്ദേഹം ഗംഗാമാതാവിന് കുറച്ച് പ്രാർത്ഥനകളൊക്കെ സമർപ്പിക്കുന്നിടയിൽ ചൈതന്യ മഹാപ്രഭു കണ്ടുമുട്ടി. അപ്പൊ അതിനുശേഷം അദ്ദേഹം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ചൈതന്യ മഹാപ്രഭു വളരെ എളിമത്തോടെയും ആദരവോടെയാണ് അദ്ദേഹത്തിനെ സ്വീകരിച്ചത്. അപ്പം വളരെ ആദരത്തോടെയാണ് സ്വീകരിച്ചത്. പക്ഷെ അതേ സമയത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് സംഭവിച്ചു? അപ്പൊ ഈ ദിഗ്വിജയ് പണ്ഡിതനായ കേശവ കാശ്മീരി അദ്ദേഹത്തിന് ഭയങ്കര അഹങ്കാരമായിരുന്നു. ഇദ്ദേഹം ആരാണ്? ഈ ബാല പണ്ഡിതൻ എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടല്ലോ. ഇദ്ദേഹത്തിന് എന്താണ് ആകെ സംസ്കൃതത്തിൽ കുറച്ച് വ്യാകരണമല്ലേ ഇതിന് പഠിപ്പിച്ചു കൊടുക്കുന്നുള്ളൂ. അദ്ദേഹത്തിന് വേറെ ഇതിനെ പറ്റിയൊന്നും അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയില്ല. അതുകൊണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. അപ്പോ അപ്പം അദ്ദേഹം ആദ്യം തന്നെ ഈ ഒരു നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചൈതന്യ മഹാപ്രഭുവിനെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത് നീ ഒരു വ്യാകരണ പണ്ഡിതൻ അധ്യാപകനാണല്ലോ, ചെറിയ കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണല്ലോ എന്ന രീതിയിലാണ് പറഞ്ഞ് അദ്ദേഹത്തിന് ഇത് ചെയ്തത്. അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു ഇതിൽ പറയുന്നു, നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കേശവ കാശ്മീർ ഉദ്ദേശിക്കുന്നതാണ്. അപ്പം ഇവൻ വ്യാകരണ പണ്ഡിതനാണെങ്കിൽ കൂടി ചൈതന്യ മഹാപ്രഭു അദ്ദേഹം ഈ വ്യാകരണത്തിൽ അദ്ദേഹം ഒരുപാട് ജ്ഞാനം നേടിയ വ്യക്തി ആയതുകൊണ്ട് നിവായ പണ്ഡിതന്റെ പദവി അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ പദവിയെക്കാട്ടും എത്രയോ ചെറുതാണെന്ന് അല്ലെങ്കിൽ അതിന് കമ്പയർ ചെയ്യാൻ സാധിക്കുന്ന അഹങ്കാരത്തോടെയാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പൊ ചൈതന്യ മഹാപ്രഭു അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി ഇദ്ദേഹം വരുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നും. അപ്പം അപ്പം ചൈതന്യ മഹാപ്രഭുവിന് അപ്പൊ അദ്ദേഹം ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും എങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരം തന്നെ എന്താണ്? അദ്ദേഹം എല്ലാവർക്കും കൃഷ്ണഭക്തി കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അപ്പൊ അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ ഹൃദയത്തിലും ഒരു പരിവർത്തനം നടത്താനുള്ളതാണ് ഒരു ഭക്തൻ ചിന്തിക്കേണ്ടത്. അപ്പൊ ആ രീതിയിലാണ് അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഇപ്പൊ എന്താ ചെയ്യുന്നത്? അപ്പം നമുക്ക് ഒരിക്കലും ഒരു വ്യക്തിയെ എന്താ പറയാ, നമുക്കിപ്പം ഒരു വ്യക്തി വേറെ സിദ്ധാന്തം കൊണ്ടുവരികയും നമ്മളടുത്ത് സംസാരിക്കുകയും നമ്മൾ ചിലപ്പോൾ അതിൽ തർക്കത്തിലൊക്കെ പോകും. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ ആ വ്യക്തിയുടെ സിദ്ധാന്തത്തിന് തോൽപ്പിച്ച് ആ വ്യക്തിയുടെ ഹൃദയത്തിന് കീഴടക്കിയില്ലാന്നുണ്ടെങ്കിൽ അതുകൊണ്ട് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല, അല്ലെ? നമ്മളൊരു വ്യക്തി പല സിദ്ധാന്തമായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ കൂടി നമുക്ക് എങ്ങനെ ആ വ്യക്തിയുടെ സിദ്ധാന്തം തെറ്റാണെന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അതേ സമയത്ത് ഹൃദയത്തിനെ കീഴടക്കിക്കൊണ്ട് ഒരു ഭക്തനാക്കി മാറ്റാൻ ശ്രമിക്കണം എന്നാണ് ഈ ലീലയുടെ നമുക്ക് ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം നമ്മൾ അദ്ദേഹത്തിനെ തോൽപ്പിച്ചു, ഞാൻ ജയിച്ചു, അദ്ദേഹം തോറ്റു ഉള്ള ആറ്റിറ്റ്യൂഡല്ല വേണ്ടത്. പക്ഷെ അതേ സമയത്ത് ഓരോ വ്യക്തികളെയും നമുക്ക് എന്താ ചെയ്യാം? അവരെ കൃഷ്ണഭക്തിയിൽ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും? കാരണം അതാണ് യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ റിയൽ ആയിട്ടുള്ള ഡ്യൂട്ടി ഉള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അത് മറന്നിരിക്കുകയാണ് ഓരോ വ്യക്തികളും. അപ്പൊ നമുക്ക് ഓർമ്മ കിട്ടിയ വ്യക്തികൾ മറന്ന വ്യക്തികൾക്ക് ആ കാരുണ്യം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അവരുടെ സിദ്ധാന്തങ്ങളെ തോൽപ്പിച്ച് ഞാൻ വലുതായി അല്ല, അഹങ്കാരം കൂട്ടാനില്ല, അതേസമയത്ത് എളിമത്തത്തോടെ അവരെയും കൂടി കൃഷ്ണഭക്തിയിലോട്ട് കൊണ്ടുവരിക. അതാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് ഇതിൽ പഠിപ്പിച്ചു തരുന്നത്. അടുത്തൊരു ശ്ലോകം നോക്കാം. ശ്ലോകം 32. വ്യാകരണ മധ്യേ ജാനി പടാഹ കലാപ സുനീലുൻ പാങ്കീതേ തൊമാര ശിശേര സംലാപ. ശബ്ദാർത്ഥം: വ്യാകരണങ്ങളിൽ ജാനി മനസ്സിലാക്കുന്നു, പടാഹ പഠിപ്പിക്കുന്നത്, കലാപ വ്യാകരണം, സുനിലുൻ കേട്ടിട്ടുണ്ട്, പാങ്കീതേ വാക്കുകൾ കൊണ്ടുള്ള വഞ്ചനാപരമായ ചെപ്പടി വിദ്യ, തൊമാര താങ്കളുടെ ശിഷ്യന്മാരുടെ സംലാഭ പ്രത്യേക ജ്ഞാനം. വിവർത്തനം: ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: താങ്കൾ വ്യാകരണമാണ്
പഠിപ്പിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താങ്കളുടെ വിദ്യാർത്ഥികൾ ഈ വ്യാകരണത്തിന്റെ പടുതയിൽ വിദഗ്ധരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഭാവാർത്ഥം: സംസ്കൃത ഭാഷയിൽ വ്യാകരണത്തിന് അനേകം വിഭാഗങ്ങളുണ്ട്. പാണിനി, കലാപ, കൗമുദി സമ്പ്രദായങ്ങളിലാണ് അവയിൽ ഏറ്റവും പ്രശസ്തങ്ങൾ. വൈയാകരണ ജ്ഞാനത്തിന് വിവിധ ശാഖകൾ ഉണ്ടായിരുന്നു. ഒരു വ്യാകരണ വിദ്യാർത്ഥി 12 വർഷത്തിനുള്ളിൽ ഇവയെല്ലാം പൂർണ്ണമായും പഠിക്കണമെന്ന് കരുതപ്പെട്ടിരുന്നു. നിമായി പണ്ഡിതൻ എന്ന് പ്രശസ്തനായിരുന്ന ചൈതന്യ മഹാപ്രഭു വ്യാകരണം അഭ്യസിപ്പിച്ച സുശിഷ്യന്മാർ സങ്കീർണ വ്യാകരണത്തിന്റെ വാഗ്ജാലങ്ങളെ പോലും കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധരായിരുന്നു. വ്യാകരണ പഠനത്തിൽ വിദഗ്ധനായ ഏതൊരുവനും ശാസ്ത്രങ്ങളെ അവയുടെ ധാതുപദങ്ങളുടെ അർത്ഥങ്ങൾക്ക് മാറ്റം വരുത്തി ബഹുരൂപേണ വ്യാഖ്യാനിക്കാറുണ്ട്. ചിലപ്പോൾ വ്യാകരണ നിയമങ്ങളുടെ പ്രയോഗത്തിൽ ചെപ്പടി വിദ്യ കാട്ടി ഒരു വാചകത്തിന്റെ അർത്ഥം തന്നെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ ഒരു വ്യാകരണ വിദ്യാർത്ഥിക്ക് കഴിയും. ചൈതന്യ മഹാപ്രഭു ഒരു വ്യാകരണ അധ്യാപകൻ എന്നിരിക്കെ മൂലാർത്ഥങ്ങൾ മാറ്റിമറിക്കുന്ന വ്യാകരണ ജാലവിദ്യകൾ കാട്ടുന്നതിന് അധികം നൈപുണ്യമൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് കേശവ കാശ്മീരി മഹാപ്രഭുവിനെ പരോക്ഷമായി അധിക്ഷേപിക്കുകയായിരുന്നു. ശ്രീചൈതന്യ മഹാപ്രഭുവിനോടുള്ള വെല്ലുവിളിയായി ആയിരുന്നു ഇത്. മഹാപ്രഭുവിന്റെ മുമ്പിൽ സ്വന്തം വമ്പ് പ്രകടിപ്പിച്ച് അവിടുന്ന് തന്നെ ചെറുതാക്കാൻ ആരംഭം മുതലേ കേശവ കാശ്മീരി ആഗ്രഹിച്ചു. കാരണം താൻ ശാസ്ത്ര ചർച്ചകൾ നടത്തേണ്ടത് നിമായി പണ്ഡിതനും ആയാണ് ഇന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന കാര്യം അദ്ദേഹത്തിന് അറിവുള്ളതായിരുന്നു. അപ്പോൾ ഭഗവാൻ ഇനി പറയും വിധം മറുപടി പറഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, പണ്ട് കാലങ്ങളിൽ നമുക്ക് സംസ്കൃത വ്യാകരണം നമുക്ക് 12 വർഷത്തോളമാണ് അതിനെ പഠിക്കുന്നത് കുട്ടികൾ. അപ്പം ചിലപ്പോൾ നോക്കുകയാണെങ്കിൽ വൈദിക ഗുരുകുലത്തിലൊക്കെ പോയിട്ട് ആദ്യത്തെ 12 വർഷത്തിൽ സംസ്കൃത വ്യാകരണത്തിന് വേണ്ടി അവർ പഠിക്കും. കാരണം സംസ്കൃത വ്യാകരണം മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ശാസ്ത്രങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുക അന്ന് കാലങ്ങളിൽ. കാരണം ഇന്നൊക്കെ നമുക്ക് ശ്രീല പ്രഭുപാദിന്റെ കാരുണ്യം കൊണ്ടാണ്, ഗുരുപരമയുടെ കാരുണ്യം കൊണ്ട് നമുക്ക് സംസ്കൃതത്തിലെ ഏതൊരു ജ്ഞാനം കൂടി ഇല്ലെങ്കിൽ കൂടി അവരുടെ വിവർത്തനവും ഭാവാർത്ഥവും വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ വേദങ്ങളുടെ സാരം എന്ന് പറയുന്ന കൃഷ്ണഭക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനത്തെ ഈ കാര്യങ്ങളെ പറ്റി നമുക്ക് ഇവിടെ വായിക്കാനോ ചർച്ച ചെയ്യാനോ മനസ്സിലാക്കാനുള്ള യാതൊരു കഴിവോ ബുദ്ധിയോ ഒന്നുമേ നമുക്കില്ല. പക്ഷെ ഇത് ആചാര്യന്മാരുടെ കാരുണ്യമാണ് നമുക്ക് ഈ ഒരു ഗ്രന്ഥം നമുക്ക് ലഭിച്ചതും. ഭക്തന്മാരുടെ കാരുണ്യം കൊണ്ടും അവരിൽ നിന്ന് കേൾക്കുന്നതുകൊണ്ടാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ സംസ്കൃത ഭാഷയെ പല രീതിയിൽ അതിന് വിഭാഗങ്ങളുണ്ട്. പാണിനി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പാണിനി, കലാപ, കൗമുദി എന്ന സമ്പ്രദായങ്ങളൊക്കെയാണുള്ളത്. അപ്പൊ ഇതൊക്കെ ഒരു വ്യക്തി 12 വർഷം കൊണ്ട് അദ്ദേഹം ഇത് പഠിച്ചെടുത്ത് ഒരു എക്സ്പേർട്ട് ആവാണ് ചെയ്യുന്നത്. അപ്പൊ നിബായ് പണ്ഡിതനും അതുപോലെ തന്നെ പ്രശസ്തനായ ഒരു അങ്ങനത്തെ ഒരു എക്സ്പേർട്ട് ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ പഠിക്കാൻ ഒരുപാട് കുട്ടികൾ വരും. അപ്പൊ അവരത് പഠിച്ച് മനസ്സിലാക്കും. അപ്പൊ അങ്ങനെ ഈ ഇതിനെ മനസ്സിലാക്കിയ ശേഷം അവര് ഒരു വാക്കിന് തന്നെ പല രീതിയിൽ അതിന് അർത്ഥങ്ങൾ കൊടുക്കും. സംസ്കൃതത്തിൽ തന്നെ നമുക്ക് ഒരു വാക്കിന് ഇന്ന അർത്ഥം നമുക്ക് പറയാൻ സാധിക്കില്ല. നമുക്ക് ആ അർത്ഥം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറും. പല രീതിയിൽ നമുക്ക് ഒരു വ്യക്തി പറയുന്നത് ഇതിന്റെ അർത്ഥം ഇതാണെന്ന് മനസ്സിലാക്കി പറഞ്ഞു തരികയായിരിക്കും. പക്ഷെ നമ്മൾ അല്ലാതെ വാദിച്ചാൽ കൂടി ആ വ്യക്തി അതാണെന്ന് സ്ഥാപിക്കുകയും ചെയ്യും. അപ്പൊ ആ രീതിയിലാണ്, അത്ര വിദഗ്ധരായ ആൾക്കാരായിരുന്നു ഇവര് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ പറയുന്നു, ചൈതന്യ മഹാപ്രഭു ഒരു വ്യാകരണ ആണെന്നിരിക്കെ മൂലാർത്ഥങ്ങൾ മാറ്റിമറിക്കുന്ന വ്യാകരണ ജാലവിദ്യകൾ കാട്ടുന്നതിന് അധികം നൈപുണ്യമൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് കേശവ കാശ്മീരി മഹാപ്രഭുവിനെ പരോക്ഷമായി അധിക്ഷേപിക്കുകയായിരുന്നു. അപ്പം ആദ്യം തന്നെ ഇദ്ദേഹത്തിന്, കേശവ കാശ്മീരിക്ക് എന്തെങ്കിലും ചൈതന്യ മഹാപ്രഭു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എല്ലാത്തിലും എക്സ്പേർട്ടാണ്. അപ്പം ഒരു അഹങ്കാരമുള്ള വ്യക്തി എന്താ ചെയ്യുക? എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഒരു വ്യക്തിയിൽ കണ്ടുപിടിച്ച് അദ്ദേഹത്തിന്റെ കുറ്റം പറയാനുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം ചെയ്യുന്നത്. അഹങ്കാരമുള്ള വ്യക്തിയുടെ ആദ്യത്തെ എക്സ്പ്രഷൻ അതായിരിക്കും. അപ്പൊ എത്ര ഒരു വ്യക്തി നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരു അഹങ്കാരം ഉള്ള വ്യക്തി അല്ലെങ്കിൽ അസൂയുള്ള വ്യക്തി എന്താ ചെയ്യുക? ആദ്യം അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഇത് തെറ്റാണെന്നുള്ള കാര്യങ്ങൾ, അല്ലെ, ഇവൻ അത് തെറ്റായിരിക്കില്ല, എന്നാലും ആ വ്യക്തി ഇത് തെറ്റാണെന്നുള്ള രീതിയിൽ അത് പറഞ്ഞു പരത്തി അതിനെ എല്ലാവരുടെ മുന്നിൽ എത്തിക്കുകയാണെന്നാണ് ആ വ്യക്തി ചെയ്യുന്നത്. കാരണം എന്താണ്? അദ്ദേഹത്തിന് ഒരിക്കലും വേറൊരു വ്യക്തി അദ്ദേഹത്തിനെക്കാട്ടും കഴിവുള്ളത് കാണാൻ അദ്ദേഹത്തിന് ആഗ്രഹമില്ല. അദ്ദേഹത്തിന് ഞാൻ തന്നെ ആയിരിക്കണം എപ്പോഴും ഒന്നാമൻ ചിന്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ നമുക്കറിയാം, ഭഗവാന്റെ കാര്യം അനുസരിച്ച് ഓരോ വ്യക്തിനും ഓരോ കഴിവാണ് ഭഗവാൻ കൊടുക്കുന്നത്, നമ്മുടെ മുൻജന്മ കർമ്മം അനുസരിച്ച്. അപ്പം ഒരു ഭക്തൻ എങ്ങനെയാണ് ചിന്തിക്കുക? ഭക്തന്റെ ചിന്താഭാവം എങ്ങനെയായിരിക്കും? ഒരു ഭക്തൻ ചിന്തിക്കുന്നതാണ്, ഇപ്പൊ ഒരു വ്യക്തി എന്നെക്കാട്ടും കൂടുതൽ സേവനം ചെയ്യുകയോ അല്ലെങ്കിൽ എന്നെക്കാട്ടും കൂടുതൽ കഴിവുണ്ടെങ്കിൽ ഒരു ഭക്തൻ അഹങ്കരിക്കില്ല. അദ്ദേഹം ചിന്തിക്കുന്നതാണ്, അപ്പൊ ഈ ഒരു വ്യക്തി ഇത്രത്തോളം ഭഗവാൻ സേവനം ചെയ്യുന്നുണ്ട്, അല്ലെ, അപ്പം ഇത്രത്തോളം ഭഗവാന് സന്തോഷം ഉണ്ടാവും, ഞാനും അതുപോലെ തന്നെ കൂടുതൽ സേവനം ചെയ്യാൻ ഞാനും ശ്രമിക്കണം എന്നുള്ളതാണ് ആ വ്യക്തി മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ഒരു വ്യക്തി ഇദ്ദേഹത്തിന് കൂടുതൽ ഉത്സാഹമാണ് കിട്ടുന്നത്. ഒരിക്കലും ആ വ്യക്തി താണു പോകണം, ഞാൻ ഉയരണം എന്ന് ചിന്തിക്കുന്നില്ല. അത് ഭൗതികമായിട്ടുള്ള ചിന്താഗതിയാണ്. ആത്മീയപരമായിട്ടുള്ള ചിന്താഗതി എന്താണ്? അപ്പം ഒരു വ്യക്തി നല്ല രീതിയിൽ സേവനം ചെയ്ത് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എനിക്കും അതുപോലെ തന്നെ സേവനം ചെയ്യാനുള്ള മനോഭാവം ഉണ്ടാവണം, ഉത്സാഹം ഉണ്ടാവണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട്
ഇത് ഭഗവാന്റെ കാരുണ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വ്യക്തി ഇത് ചെയ്യും. അപ്പൊ ഭഗവാന്റെ കാരുണ്യമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് അവിടെ അഹങ്കാരത്തിന്റെ ആവശ്യം വരുന്നില്ല. കാരണം എന്താണ്? ഭഗവാൻ ഓരോ വ്യക്തിക്ക് ഓരോ കാരുണ്യം കൊടുത്തിരിക്കുകയാണ്. നമ്മൾ എത്രത്തോളം ഭഗവാനെ ശരണം പ്രാപിക്കുന്ന അനുസരിച്ച് ഭഗവാന്റെ കാരുണ്യം ഒരു വ്യക്തിക്ക് കിട്ടും എന്നതാണ്. അപ്പൊ ഇതുപോലെ ഈ വെല്ലുവിളിച്ച ഈ ഒരു കേശവ കാശ്മീരിക്ക് അടുത്ത കുറച്ച് ശ്ലോകങ്ങൾ അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അഹങ്കാരത്തിനെ മാറ്റിയുള്ളവരും നമുക്ക് നോക്കാം. ശ്ലോകം 33. പ്രഭു ക ഹേ വ്യാകരണ പടായി അഭിമാനകരി ശിഷ്യേതേ നാ ബുധേ ആമി ബുധായി തേ നാരി. ശബ്ദാർത്ഥം: പ്രഭു കഹേ, ഭഗവാൻ പറഞ്ഞു, വ്യാകരണ പടായി, അതെ ഞാൻ വ്യാകരണം പഠിപ്പിക്കുന്നുണ്ട്. അഭിമാനകരി, അഭിമാനിക്കുന്നു. ശിഷ്യതേ, ശിഷ്യന്മാരിൽ ഞാൻ ഇല്ല. ബുധേ, മനസ്സിലാക്കുക. ആമി, ഞാനും. ഉദായിതെ, അവരെ മനസ്സിലാക്കിയാൽ നാരി കഴിയുന്നില്ല. പ്രവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശിഷ്യപദ ശരണ അരവിന്ദ ഭക്തിവേദാന്ത സ്വാമി കൃപാൽശീല പ്രഭുപാദിക്ക് ജയ്. വിവർത്തനം: ഭഗവാൻ പറഞ്ഞു, അതെ ഞാനൊരു വ്യാകരണ അധ്യാപകനാണെന്ന് അറിയപ്പെടുന്നു. എങ്കിലും എന്റെ ശിഷ്യന്മാരിൽ വ്യാകരണം ജ്ഞാനത്തിന്റെ മതിപ്പുള്ളവാക്കാൻ എനിക്കോ എന്നെ മനസ്സിലാക്കാൻ അവർക്കോ സാധിച്ചിട്ടില്ല. ഭാവാർത്ഥം: കേശവ കാശ്മീരി ഗർഭിഷ്ഠനായതിനാൽ മഹാപ്രഭു സ്വയം താഴ്ന്ന് അദ്ദേഹം കൃത്രിമമായ അഹങ്കാരം വർദ്ധിപ്പിച്ചു. എന്നിട്ട് അവിടുന്ന് അദ്ദേഹത്തെ ഇങ്ങനെ പുകഴ്ത്തി. ഇവിടെ കേശവ കാശ്മീരിയുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കിയ ചൈതന്യ മഹാപ്രഭു അപ്പൊ തന്നെ അദ്ദേഹം എളിമത്തത്തോടെ അദ്ദേഹം പറഞ്ഞു, എന്താണ്, അപ്പൊ എനിക്ക് പൂർണ്ണമായിട്ടും വ്യാകരണജ്ഞാനം കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ എന്റെ ജ്ഞാനത്തെ അവർക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഒരു ജ്ഞാനമുള്ള വ്യക്തിയുടെ ഫസ്റ്റ് ക്വാളിറ്റിയാണ് എളിമത്വം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ എളിമത്തുള്ള വ്യക്തി എപ്പോഴും എന്താ പറയാ, അദ്ദേഹം എപ്പോഴും ഒരു എക്സാമ്പിൾ ആയിട്ട് എപ്പോഴും പറയും ശാസ്ത്രങ്ങളിൽ, അപ്പം ഒരുപാട് കായ് ഇല്ല, നല്ല മധുരമായിട്ടുള്ള ഫലങ്ങൾ തരുന്ന ഒരു വൃക്ഷമാണെന്നുണ്ടെങ്കിൽ ആ വൃക്ഷം എപ്പോഴും കുഞ്ഞേ നിൽക്കുള്ളൂ. അത് ഒരിക്കലും നേരെ ഇങ്ങനെ നിൽക്കില്ല, എപ്പോഴും കുഞ്ഞാണ് നിൽക്കുക, അല്ലെ? അപ്പം കായും എന്താ പറയാ, നല്ല മധുരമായിട്ടുള്ള നല്ല ഫലങ്ങളൊക്കെ തരുന്നത് കുഞ്ഞാണ് നിൽക്കുക. പക്ഷെ അതേ സമയത്ത് ഒന്നുമേ തരാത്ത വൃക്ഷങ്ങളാണെങ്കിൽ അത് നേരെ ഇങ്ങനെ ഉയർന്നു മുന്നോട്ട് പോകും. അതുപോലെ തന്നെ അഹങ്കാരമുള്ളൊരു വ്യക്തി എപ്പോഴും തലയുയർത്തി ഞാനാണ് എല്ലാത്തിനും ഒന്നാമെന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ എളിമത്തുള്ള വ്യക്തി എപ്പോഴും എന്താ ചെയ്യാ, ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അതിന് അവസരം വന്നാൽ കൂടി അദ്ദേഹം എപ്പോഴും പറയും, അല്ല എനിക്ക് അത്രയും അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടെങ്കിലും അത് ഭഗവാന്റെ കാര്യം കൊണ്ടാണ് ഉള്ള കാര്യമാണ്. അതാണ് ഇവിടെ ചൈതന്യ മഹാപ്രഭു നമുക്ക് എളിമത്തത്തോടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ശ്ലോകം 34. കാഹാൻ തുമി സർവശാസ്ത്രേ കവിത്വേ പ്രവീണ കാഹാനാമി സഭേ ശിശു പടുയ നവീന. ശബ്ദാർത്ഥം: കാഹാൻ, എന്നാൽ, തുമി, അങ്ങ്, സർവശാസ്ത്രേ, എല്ലാ ശാസ്ത്രങ്ങളിലും, കവിത്വത്തിൽ, പ്രവീണ, പ്രാവീണ്യമുള്ളവൻ, കാഹാൻ, എന്നാൽ, ആമി, ഞാൻ, സവേ, വെറും, ശിശു, കുട്ടി, പടുവ, വിദ്യാർത്ഥി, നവീന, പുതിയ. വിവർത്തനം: അല്ലയോ ശ്രീമൻ, താങ്കൾ സർവശാസ്ത്ര വിശാരദനും കാവ്യരൂപനയിൽ അതിനിപുണനുമാണ്. എന്നാൽ ഞാനോ കേവലം ഒരു ശിശു, ഒരു നവവിദ്യാർത്ഥി അല്ലാതെ മറ്റൊന്നുമല്ല. ശ്ലോകം 35. തൊമാര കവിത്വ കിച്ചു ശുനീതേ ഹയമന കൃപാകരി കര യതി ഗംഗാര വർണ്ണന. ശബ്ദാർത്ഥം: തൊമാര, നിങ്ങളുടെ, കവിത്വം, കിച്ചു, ഏതെങ്കിലും, ശുനീതെ, ശ്രവിക്കാൻ, ഹയ, ആയിത്തീരുന്നു, മനസ്സ്, കൃപ, കാരുണ്യം, കരി, പ്രകടിപ്പിക്കുക, കര, ചെയ്യുക, യതി, എങ്കിൽ, ഗംഗാര, ഗംഗാമാതാവിന്റെ, വിവരണം. വിവർത്തനം: അതുകൊണ്ട് കവിതാരചനയിലുള്ള അങ്ങയുടെ സാമർത്ഥ്യം കേട്ടറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദയവുണ്ടായി അങ്ങ് ഗംഗാമാതാവിന്റെ മഹത്വം വർണ്ണിക്കുന്ന പക്ഷം ഞങ്ങൾക്കത് ശ്രവിക്കാൻ കഴിയുമായിരുന്നു. ശ്ലോകം 36. ശുനീയ ബ്രാഹ്മണ ഗർഭേ വർണ്ണിതേ ലാഗീല ഘടി ഏകേ ശതശ്ലോക ഗംഗാര വർണ്ണില. ശബ്ദാർത്ഥം: ശുനിയ, ഇത് കേട്ട് ബ്രാഹ്മണൻ കേശവ കാശ്മീരി ഗർവേ, അഹങ്കാരത്തോടെ, വർണ്ണിക്കാൻ, ലാഗില, ആരംഭിച്ചു, ഗഡി, മണിക്കൂർ, ഏകെ, ഒരു, 100 ശ്ലോകങ്ങൾ, ഗംഗാനദിയെ, വർണ്ണിച്ചു. വിവർത്തനം: ഇത് കേട്ട ബ്രാഹ്മണൻ കേശവ കാശ്മീരി കൂടുതൽ ഗർവം കൊള്ളുകയും 1 മണിക്കൂറിനുള്ളിൽ ഗംഗയെ സ്തുതിക്കുന്ന 100 ശ്ലോകങ്ങൾ രചിക്കുകയും ചെയ്തു. ശ്ലോകം 37. ശുനീയ കരീല പ്രഭു ബഹുത സംസ്കാര തോമാസമ പൃഥ്വീതെ കവിനാഹിയാര. ശബ്ദാർത്ഥം: ശുനിയ, ഇത് കേട്ടിട്ട്, കരീല, ചെയ്തു, പ്രഭു, ഭഗവാൻ, ബഹുത, വളരെയധികം, സത്കാര, പ്രശംസിച്ചു, ത്വമാ, ഭവാൻ, സമ, പോലെ, പൃഥ്വീതേ, ലോകത്തിൽ, കവി, നാഹി, ഇല്ല, ആര, മറ്റാരും. വിവർത്തനം: ഭൂമിയിൽ അങ്ങേക്കാൾ മഹാനായ ഒരു കവിയില്ല എന്ന് പറഞ്ഞ് മഹാപ്രഭു അദ്ദേഹത്തെ പ്രശംസിച്ചു. ശ്ലോകം 38. ത്വമാര കവിത ശ്ലോക ബുദ്ധിദേകാര ശക്തി
തുമി ബാല ജാന അർത്ഥ കിം വാ സരസ്വതി. ശബ്ദാർത്ഥം തുമാര ഭഗവാന്റെ കവിത, കാവ്യം, ശ്ലോകങ്ങൾ, ബുദ്ധിതേ മനസ്സിലാക്കാൻ, ആരുടെ, ശക്തി, തുമി ഭവാൻ, ബാല നന്നായി, ജാന അറിയുക, അർത്ഥ അർത്ഥം, കിം വ അല്ലെങ്കിൽ, സരസ്വതി വിദ്യാദേവത. വിവർത്തനം ഭാവാർത്ഥം. കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് പ്രഭുപാദ് കി ജയ്. വിവർത്തനം. അങ്ങയുടെ കവിത ഗ്രഹിക്കാൻ അത്രമേൽ പ്രയാസമുള്ളത് ആകയാൽ അങ്ങേക്കും വിദ്യാദേവതയായ സരസ്വതി ദേവിക്കും അല്ലാതെ മറ്റാർക്കും അത് മനസ്സിലാക്കാൻ കഴിയില്ല. ഭാവാർത്ഥം. കേശവ കാശ്മീരിക്ക് പരിഹാസകമായ മറുപടി നൽകിക്കൊണ്ട് മഹാപ്രഭു, അതെ, നിങ്ങളുടെ രചനകൾ വളരെ മഹത്തരമായതിനാൽ നിങ്ങൾക്കും നിങ്ങൾ ആരാധിക്കുന്ന വിദ്യാദേവതയ്ക്കുമല്ലാതെ മറ്റാർക്കും അത് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കവിതയുടെ മൂല്യം പരോക്ഷമായി കുറയ്ക്കുകയായിരുന്നു. കേശവ കാശ്മീരി സരസ്വതി ദേവിയുടെ പ്രിയ ഭക്തനായിരുന്നു. പക്ഷേ വിദ്യാദേവതയുടെ യജമാനൻ എന്ന നിലയ്ക്ക് ചൈതന്യ മഹാപ്രഭുവിന് ദേവിയുടെ ഭക്തന്മാരോട് പരിഹാസപൂർവ്വം സംസാരിക്കാൻ അവകാശമുണ്ട്. കേശവ കാശ്മീരി വിദ്യാദേവതയാൽ അനുഗ്രഹിക്കപ്പെട്ടതിൽ വളരെ അഹങ്കരിച്ചിരുന്നെങ്കിലും ചൈതന്യ മഹാപ്രഭു പരമദേവത പുരുഷനായ ഭഗവാനായതിനാൽ വിദ്യാദേവതയെ നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണെന്ന് കേശവ കാശ്മീരിക്ക് അറിയില്ലായിരുന്നു. നമുക്കിവിടെ കാണാൻ സാധിച്ചു, കേശവ കാശ്മീരി വളരെ അഹങ്കാരം ഉള്ള വ്യക്തിയായിരുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? അപ്പം ചൈതന്യ മഹാപ്രഭു അപ്പം എളിമത്തോടെ പറഞ്ഞു, അപ്പൊ എല്ലാ ശാസ്ത്രങ്ങളും വളരെ നിപുണനാണെന്നും അപ്പം അതുകൊണ്ട് അങ്ങയിൽ നിന്ന് ഞാനൊരു വെറും ഒരു നവ വിദ്യാർത്ഥിയാണെന്നും അപ്പൊ അതുകൊണ്ട് അങ്ങയുടെ കവിതാരചന കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഗംഗാമാതാവിനെ പറ്റി എന്തെങ്കിലും ഒരു ശ്ലോകം മഹത്വം വർണ്ണിക്കാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് അഹങ്കാരം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കൂടി വന്ന് അദ്ദേഹം ഗംഗാദേവിയെ പറ്റി 1 മണിക്കൂർ കൊണ്ട് 100 ശ്ലോകങ്ങൾ അദ്ദേഹം സ്തുതിച്ചു. അപ്പൊ അതൊക്കെ ചെയ്ത ശേഷം ഉടനെ തന്നെ ചൈതന്യ മഹാപ്രഭു വീണ്ടും പറഞ്ഞു, ഭൂമിയിൽ അങ്ങേക്കാട്ടും അത്രയും രചിക്കാൻ കഴിവുള്ള മഹാനായ ഒരു കവി ഇല്ല എന്നൊക്കെ പറഞ്ഞ് അതിന്റെ അഹങ്കാരത്തിനെ ഉയർത്തി കൂട്ടി. അപ്പം ഒരു വ്യക്തിക്ക് ഭഗവാൻ എന്താ ചെയ്യുക? അപ്പം ഒരു വ്യക്തി ഒരുപാട് അഹങ്കരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അഹങ്കാരം കൂട്ടി മുകളിൽ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് താഴോട്ട് പതുക്കനെ വിടും. അപ്പൊ അതുപോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് അഹങ്കാരം നടിച്ചു വന്ന ഈ ഒരു കേശവ കാശ്മീരിയുടെ അദ്ദേഹത്തിന്റെ അഹങ്കാരത്തിന് എന്ത് ചെയ്തു? അത് ഉയർന്ന് കുറച്ചുകൂടി കൂട്ടി കൊണ്ടുപോയി. അപ്പൊ അതൊക്കെ പറഞ്ഞ ശേഷം വീണ്ടും എന്താ ചെയ്തത്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഈ ശ്ലോകത്തിൽ പറയുന്നതാണ്, അങ്ങയുടെ കവിത ഗ്രഹിക്കാൻ അത്രമേൽ പ്രയാസമുള്ളതാകയാൽ അങ്ങേക്കും വിദ്യാദേവതയായ സരസ്വതി ദേവിക്കും അല്ലാതെ മറ്റാർക്കും അത് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അപ്പൊ അഹങ്കാരമുള്ള വ്യക്തി എന്താ ചിന്തിക്കുക? ഇത് കേട്ട ഉടനെ തന്നെ ചിന്തിക്കും, അപ്പൊ ഞാൻ അത്രയും കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്നാണ്. അപ്പൊ അതേ സമയത്ത് ഒരു പരിഹാസത്തോടെയാണ് ഇവിടെ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിനെ പറ്റി പറയുന്നത്. എന്താണ് പറയുന്നത്? അപ്പൊ ഈ കവിത അത്രയും പ്രയാസമുള്ളത് കൊണ്ട് ആകെ ഈ ഒരു കേശവ കാശ്മീരിക്കും സരസ്വതി ദേവിക്കും മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുക, വേറെ ആർക്കും ഒന്നുമേ മനസ്സിലാക്കാൻ സാധിക്കില്ല ഉള്ള രീതിയിലാണ് അതിനെ ഒരു പരോക്ഷമായിട്ട് പരിഹാസത്തോടെ ഇവിടെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞത്. പക്ഷെ അഹങ്കാരമുള്ള കേശവ കാശ്മീരിക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അപ്പൊ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും, കേശവ കാശ്മീരി എന്ന് പറയുന്നത് അദ്ദേഹം സരസ്വതിയുടെ ഒരു ഭക്തനായിരുന്നു. അപ്പൊ അദ്ദേഹം എന്താണ്? അപ്പം അദ്ദേഹം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ആ ഒരു സരസ്വതി കടാക്ഷം കൊണ്ടാണ് അദ്ദേഹത്തിന് പല രീതിയിലും അദ്ദേഹത്തിന് ഇങ്ങനെ ശ്ലോകങ്ങൾ ഉദ്ധരിച്ചെടുക്കാനും പറയാനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചത്. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? അപ്പൊ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ദേവീദേവന്മാരുടെയും ഇല്ലേ, അവരുടെയൊക്കെ സ്രോതസ് എന്ന് പറയുന്ന ആരാണ്? നമ്മൾ ചൈതന്യ മഹാപ്രഭു, കൃഷ്ണനായ ചൈതന്യ മഹാപ്രഭുവാണ്. അപ്പം അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിന് ഈ ദേവീ ഭക്തന്മാരോട് പരിഹാസപൂർവ്വം സംസാരിക്കാൻ അവകാശമുണ്ട്. കാരണം അദ്ദേഹമാണ് ഈ കേശവ കാശ്മീരിയുടെ മാസ്റ്റർ ആയിട്ടുള്ള എന്താണ് സരസ്വതി ദേവിയുടെ മാസ്റ്റർ ആരാണ്? ചൈതന്യ മഹാപ്രഭുവാണ്. അപ്പൊ 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 ഈ ഒരു അദ്ദേഹത്തിന് അതിനുള്ള ആ ഒരു എന്താ പറയാ ഈ ഒരു നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചൈതന്യ മഹാപ്രഭുവിന് ഇദ്ദേഹത്തിന് തിരുത്താനുള്ള എന്തായാലും ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം എന്താണ്? അപ്പൊ അദ്ദേഹം വിദ്യാദേവതയെ അനുഗ്രഹപ്പെട്ടാണ്, അല്ലെ, സരസ്വതി ദേവിയായിട്ടുള്ള അംഗീകരിക്കപ്പെട്ട ആളാണ്. പക്ഷെ അദ്ദേഹം വളരെ അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അഹങ്കാരത്തിന് മാറ്റാനുള്ളത് എന്താണ്? അദ്ദേഹത്തിന് ചെയ്യാം. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ സേവകയാണ് സരസ്വതി ദേവി. ആ സരസ്വതി ദേവിയെ സേവിക്കുന്ന വ്യക്തിയാണ് ഈ കേശവ കാശ്മീരി. അപ്പൊ അങ്ങനെ അദ്ദേഹം ഈ വിദ്യാദേവതയെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ്? ഇദ്ദേഹത്തിലൂടെയാണ് അദ്ദേഹം നിയന്ത്രിച്ചത്. ആക്ച്വലി കേശവ കാശ്മീരിക്ക് അറിയില്ലായിരുന്നു ഈ സരസ്വതി ദേവി എന്ന് പറയുന്നതും ഈ ചൈതന്യ സാക്ഷാൽ ഭഗവാന്റെ ഒരു എന്താ പറയാ സേവനം ചെയ്യുന്ന ഒരു ഉപദേവതയാണെന്ന കാര്യം അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു.
ആ രീതിയിൽ ഇദ്ദേഹത്തിന് അഹങ്കാരത്തിന് നേരെയാക്കാൻ ശ്രമിച്ചു. നോക്കാം 39. ഏകശ്ലോകേര അർത്ഥം ഏതി കര നിജ മുഖേ ശുനി സഭ ലോക തവേ പായിവ വടസുഖേ. ശബ്ദാർത്ഥം ഒന്ന് ശ്ലോകത്തിന്റെ അർത്ഥം യതി എങ്കിൽ കര ഭവാൻ ചെയ്യുക നിജമുഖേ അങ്ങയുടെ വായിൽ നിന്ന് ശുനി ശ്രവിക്കുക സഭ എല്ലാ ലോക ജനങ്ങൾ തപേ പിന്നീട് പായിവ ലഭിക്കും വടസുഖേ സുഖം. വിവർത്തനം: പക്ഷേ ഭവാൻ ഏതെങ്കിലും ഒരു ശ്ലോകത്തിന്റെ അർത്ഥം വിശദീകരിക്കുന്ന പക്ഷം ഞങ്ങൾക്കത് അങ്ങയുടെ മുഖത്തിൽ നിന്ന് ശ്രവിക്കാനും അതുമൂലം നന്നെ സന്തോഷിക്കാനും സാധിക്കും. ശ്ലോകം 40. തവേ ദിഗ്വിജയി വ്യാഖ്യാര ശ്ലോക പുച്ചില ശതശ്ലോകേര ഏക ശ്ലോക പ്രഭുത പടില. ശബ്ദാർത്ഥം: തബേ അതിനുശേഷം ദിഗ്വിജയ് കേശവ കാശ്മീരി വ്യാഖ്യാര വിശദീകരണത്തിന് ഒരു ശ്ലോകം പുച്ചില അന്വേഷിച്ചു. 100 ശ്ലോകേര ശ്ലോകങ്ങളുടെ ഏക ഒന്ന് ശ്ലോകം പ്രഭു ഭഗവാൻ അപ്പോൾ പടില ചൊല്ലി. വിവർത്തനം: ഏത് ശ്ലോകത്തിന്റെ വിശദീകരണം ആണ് വേണ്ടതെന്ന് അദ്ദേഹത്തോട് ദിഗ്വിജയ് ചോദിച്ചു. മഹാപ്രഭു അപ്പോൾ അദ്ദേഹം ചിട്ടപ്പെടുത്തിയ 100 ശ്ലോകങ്ങളിൽ ഒന്ന് ചൊല്ലി. ശ്ലോകം 41. മഹത്വം ഗംഗായ സതതം മിതം ആപാതി നിതരാം യഥേഷ ശ്രീ വിഷ്ണോശ്ചരണ കമലോത്പതിസുഭഗ ദ്വിതീയ ശ്രീലക്ഷ്മീരവ സുരനരൈർചരണ ഭവാനി ഭർത്തുരയ്യ ശിരസി വിഭവത്യുത ഗുണ. ശബ്ദാർത്ഥം: മഹത്വം ഗംഗയുടെ സതതം എല്ലായ്പ്പോഴും ഇത് ആബാധി പ്രകാശിക്കുന്നു നിതരാം സാമ്യതയില്ലാതെ എന്തുകൊണ്ടെന്നാൽ ഏഷ അവൾ വിഷ്ണു ഭഗവാന്റെ ചരണ പാദങ്ങൾ കമല താമരപ്പൂവ് ഉൽപ്പത്തി സുഭഗ ഭാഗ്യവതി ദ്വിതീയ രണ്ടാമത്തെ ശ്രീ മനോഹരമായ ലക്ഷ്മി ഇവ പോലെ സുരനരൈഹി ദേവന്മാരാലും മനുഷ്യരാലും ആരാധ്യർഹ ചരണ പാദങ്ങൾ ഭവാനി ദുർഗാദേവിയുടെ ഭർത്താവ് അവൾ ശിരസിൽ വിഭവതി പുഷ്ടിപ്പെടുന്നു അദ്ഭുതകരം ഗുണങ്ങൾ. വിവർത്തനം: ഗംഗയുടെ മഹത്വം സദാ അത്യുജ്വലമായി നിലകൊള്ളുന്നു. അവൾ ഏറ്റവും സൗഭാഗ്യവതിയാണ്. കാരണം അവൾ ഭഗവാൻ വിഷ്ണുവിന്റെ പാദകമലങ്ങളിൽ നിന്ന് ഉദ്ഭവിച്ചു. അവൾ ഒരു രണ്ടാം ഐശ്വര്യ ദേവതയാണ്. ആയതിനാൽ സദാ ദേവന്മാരിലും മർത്യരാലും ആരാധിക്കപ്പെടുന്നു. എല്ലാ അദ്ഭുത ഗുണങ്ങളുമുള്ള അവൾ പരമശിവന്റെ ശിരസിൽ വിളങ്ങുന്നു. ശ്ലോകം 42. ഏ ശ്ലോകേരെ അർത്ഥകര പ്രഭു യതി ബൈല വിസ്മിത ഹയാജയ് പ്രഭുരെ പൂച്ചില. ശബ്ദാർത്ഥം: ഇത് ശ്ലോകത്തിന്റെ അർത്ഥം കര ദയവായി ചെയ്യുക മഹാപ്രഭു യതി എപ്പോൾ ബൈല പറഞ്ഞു വിസ്മിത അദ്ഭുത സ്തബ്ധൻ ഹയ ആയി തീർന്നു ദിഗ്വിജയ് പ്രഭുരെ ഭഗവാനോട് പൂച്ചില ആരാഞ്ഞു. വിവർത്തനം: ഈ ശ്ലോകത്തിന്റെ അർത്ഥം വിശദീകരിക്കാൻ മഹാപ്രഭു ആവശ്യപ്പെട്ടപ്പോൾ ദിഗ്വിജയ അത്ഭുതപ്പെടുകയും മഹാപ്രഭുവിനോട് ഇപ്രകാരം ആരായുകയും ചെയ്തു. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി ഈ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് ഈ ഒരു ശ്ലോകം ഇവിടെ ചൈതന്യ മഹാപ്രഭു ആ കറക്റ്റ് ആയിട്ടുള്ള ഒരു ശ്ലോകം പൂർണ്ണമായിട്ട് ഓർത്തെടുത്തുകൊണ്ട് അദ്ദേഹം അതിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അതിനുശേഷം ഈ ശ്ലോകത്തിന്റെ അർത്ഥം പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് മഹാപ്രഭു ഈ ഒരു കേശവ കാശ്മീരിയോട് അഭ്യർത്ഥിച്ചത്. കാരണം എന്താ വെച്ചാൽ ഈ ശ്ലോകത്തിൽ ഒരു തെറ്റുണ്ട്. അപ്പൊ ആ തെറ്റ് എന്തുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാൻ സാധിക്കും. എന്താണ് ആ തെറ്റ് എന്നുള്ളത് ഈ വരുന്ന ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. ആ തെറ്റ് എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയും അതിന് തിരുത്തുകയും ആ തിരുത്തലിലൂടെ കേശവ കാശ്മീരി ചൈതന്യ മഹാപ്രഭു ശരണം പ്രാപിക്കുകയും ചെയ്യും. നമുക്ക് ഈ വരുന്ന ക്ലാസ്സിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് 1 മിനിറ്റ് സമയമുണ്ട്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. നന്ദി പ്രഭുജി. വളരെ നന്ദി. താങ്ക് യു. ഭക്തജനങ്ങളെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്രഭുവിനോട് ചോദിക്കാം. ദയവായി ചോദിക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു.
Thank you. ഓക്കെ, അപ്പൊ വേറെ സംശയങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് എൻഡ് ചെയ്യാൻ. വന്നു ചേർന്ന ഭക്തന്മാർക്ക് വിനീതമായ സ്വാഗതം. ശ്രീ ചൈതന്യ ചരിതാമൃതം की जय, शीला प्रभुपाद की जय, समवेद गौर भक्तवृंद की जय, निताई गौर प्रेमानंदे, हरि हरि बोल। हरि दंडवत प्रणाम। Thank you, Prabhu. Pranam, Prabhu. श्री कृष्ण, धन्यवाद प्रणाम प्रभु। हरे कृष्ण, हरे हरे कृष्ण, हरे कृष्ण।